കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമാണ് ഇന്ന്. ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്ന് അഷ്ടമിയും രോഹിണിയും ആണ്. സാധാരണ അങ്ങനെ വരാറില്ല. കൃഷ്ണാവതാരം ഉണ്ടായ സമയത്ത് അങ്ങനെയായിരുന്നു എന്ന് മാത്രം. അഷ്ടമി പക്കവും രോഹിണി നാളും കൂടി അന്ന് അങ്ങനെയായിരുന്നു. പിന്നെ പലപ്പോഴും അങ്ങനെ ആവാറില്ല. നമ്മൾ കേരളീയർ നാളാണല്ലോ നോക്കുക. ഇപ്പോൾ കേരളത്തിലൊരു ദിവസവും ഉത്തരഭാരതത്തിലൊക്കെ അഷ്ടമി പക്കം അതാണ് അവർ നോക്കുക. അപ്പോൾ അവിടെ വേറൊരു ദിവസം ആവുകയാണ് പതിവ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കൃഷ്ണാവതാരം ഉണ്ടായ അതേപോലെ തന്നെ ഈ രോഹിണിയും അഷ്ടമിയും ഒരേ ദിവസം തന്നെ വന്നു. ഇന്ന് നമ്മൾ കൃഷ്ണജയന്തി ആഘോഷിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് ഭാരതത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ജന്മാഷ്ടമിയായിട്ട് ആഘോഷിക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്, വലിയൊരു കാര്യം തന്നെയാണ്. ഒരേ ദിവസം തന്നെ അങ്ങനെ വന്നുവല്ലോ. ഏതായാലും ഭഗവാൻ ജനിച്ചിട്ട് 5000-ലധികം വർഷമായി. ഭഗവാന്റെ മഹത്വം എത്രയാ പറയേണ്ടത്, പറഞ്ഞാലൊന്നും അവസാനിക്കില്ല. മേൽപ്പത്തൂർ പറയുന്നുണ്ട്, പൂർണ്ണ പുണ്യ അവതാരം, പരിപൂർണമായ അവതാരമാണ് കൃഷ്ണാവതാരം എന്നാണ്. ഇനിയൊന്നും പൂർണ്ണ ആവാനില്ല. പരമാത്മസ്വരൂപത്തിൻ്റെ എല്ലാ മഹിമകളും, സച്ചിദാനന്ദ ഭാവം മുഴുവൻ നമുക്കെവിടെ കാണാൻ കഴിയും? ശ്രീകൃഷ്ണ ഭഗവാനിൽ കാണാൻ സാധിക്കും. ഭഗവാൻ ധർമ്മത്തിൻ്റെ മൂർത്തിയാണ്, അർത്ഥകാമങ്ങളുടെ മൂർത്തിയാണ്, മോക്ഷത്തിൻ്റെ മൂർത്തിയാണ്, പരമാനന്ദത്തിൻ്റെ മൂർത്തിയാണ്, എല്ലാമാണ്. സച്ചിദാനന്ദരൂപായ എന്നാണല്ലോ പറയുന്നത്. വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. സച്ചിദാനന്ദ സ്വരൂപിയായിരിക്കുന്ന ശ്രീകൃഷ്ണനായിട്ട് നമസ്കാരം എന്നാണ്. വിശ്വോൽപത്യാദിഹേതവേ, വിശ്വത്തിൻ്റെ ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും സംഹാരത്തിനും കാരണമായി നിൽക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനായിട്ട് വന്ദനം. ഇങ്ങനെയാണ് പത്മപുരാണാന്തർഗതമായ ഭാഗവത മാഹാത്മ്യത്തിൽ ഭഗവാനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അവതാരമാണ് ഭഗവാന്റെ കൃഷ്ണാവതാരം. അപ്പോൾ ശ്രീരാമനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീരാമൻ മഹത്തായ അവതാരമാണ്, അല്ലാന്നല്ല. ധർമ്മസ്വരൂപമായിട്ടാണ് ശ്രീരാമനെ പറയുന്നത്. ധർമ്മത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്. അങ്ങനെയാണല്ലോ. പുരുഷാകൃതി പൂണ്ട ധർമ്മമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ ചോദിക്കുന്നുണ്ട്. നരദിവ്യാകൃതി പൂണ്ട ധർമ്മമായിട്ടാണ് ശ്രീരാമനെ പറയുന്നത്. രാമോ വിഗ്രഹവാൻ ധർമ്മ, അങ്ങനെയാണ്. എന്നാൽ ശ്രീകൃഷ്ണ പരമാത്മാവോ, ഭഗവാൻ ധർമ്മത്തിൻ്റെ മാത്രം മൂർത്തിയല്ല. ധർമ്മവും അർത്ഥകാമങ്ങളും മുക്തിയും എല്ലാം ഭഗവാനിൽ കാണാൻ കഴിയും. ധർമ്മമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. മഹാഭാരതത്തിൽ തന്നെ കാണാം, യതോ ധർമ്മസ്തത കൃഷ്ണ യത കൃഷ്ണസ്തതോ ജയ. എവിടെയാണോ ധർമ്മം അവിടെയാണ് കൃഷ്ണൻ എന്നാണ്. എവിടെ കൃഷ്ണനുണ്ടോ അവിടെ വിജയവും ഉറപ്പാണ്. ഈ വിഷയം ഭീഷ്മർ പറയുന്നുണ്ട്. എവിടെയാണോ ധർമ്മം അവിടെയാണ് കൃഷ്ണൻ, എവിടെ കൃഷ്ണനുണ്ടോ അവിടെ വിജയവും സുനിശ്ചിതമാണ്. ഭഗവാൻ ധർമ്മത്തിൻ്റെ മൂർത്തി തന്നെയാണ്. അപ്പോൾ മഹാഭാരതത്തിൻ്റെ ആ ആരംഭത്തിലും ഉദ്യോഗപർവത്തിലൊക്കെ ഒരു ശ്ലോകമുണ്ട്. യുധിഷ്ഠിരനെ ധർമ്മത്തിൻ്റെ ഒരു രൂപമായിട്ട്, ഒരു വൃക്ഷമായിട്ട് പരികൽപ്പന ചെയ്യുകയാണ്. ധർമ്മമാകുന്ന വൃക്ഷം, അതാണ് യുധിഷ്ഠിരൻ എന്നാണ്. യുധിഷ്ഠിരോ ധർമ്മമയോ മഹാദ്രുമ എന്നാണ്. ധർമ്മമാകുന്ന മഹാവൃക്ഷം, അതാണ് യുധിഷ്ഠിരൻ. അതിൻ്റെ വേറെ ആരാണ്? മൂലം കൃഷ്ണ ബ്രഹ്മജ ബ്രാഹ്മണാശ്ച. ആ വൃക്ഷത്തിൻ്റെ, ധർമ്മവൃക്ഷത്തിൻ്റെ വേര് മൂലം കൃഷ്ണ, വേര് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ബ്രഹ്മജ ബ്രാഹ്മണാശ്ച, കൃഷ്ണനും അതോടൊപ്പം തന്നെ വേദങ്ങളും അതോടൊപ്പം ബ്രഹ്മജ്ഞാനികളും. ഇതാണ് ഈ ധർമ്മമാകുന്ന വൃക്ഷത്തിൻ്റെ വേര് എന്നാണ് പറഞ്ഞത്.
അതേപോലെ തന്നെ അധർമ്മത്തിൻ്റെ സ്വരൂപമാണ്, അധർമ്മമാകുന്ന വൃക്ഷമാണ് ദുര്യോധനൻ. അതിൻ്റെ വേരായിട്ട് ധൃതരാഷ്ട്രരെയും അവിടെ പറയുന്നുണ്ട്. കലി, ധൃതരാഷ്ട്രർ, ഇതൊക്കെയാണ് ആ അധർമ്മത്തിൻ്റെ വേര്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള സംഘർഷം. അതാണ് കൗരവ പാണ്ഡവ സംഘർഷം എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത്. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സംഘർഷമാണ്. അവിടെ ആത്യന്തികമായ വിജയം ധർമ്മപക്ഷത്തുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. കൃഷ്ണൻ്റെ കൂടെ മാത്രമേ ആത്യന്തികമായ വിജയം ഉണ്ടാവുള്ളൂ എന്നാണ് മഹാഭാരതം പഠിപ്പിക്കുന്നത്. ധർമ്മത്തിൻ്റെ മാർഗത്തിൽ പോകുന്നവർക്കേ വിജയം ഉണ്ടാവുള്ളൂ എന്ന് കാണിച്ചു തരികയാണ്. ഇങ്ങനെ ധർമ്മത്തിൻ്റെ മൂർത്തിയാണ്, അർത്ഥകാമങ്ങളുടെ മൂർത്തിയാണ്, മുക്തിയുടെ മോക്ഷത്തിൻ്റെ മൂർത്തിയാണ് ഭഗവാൻ. ഓരോന്നും നമുക്കൊന്ന് ചർച്ച ചെയ്യാം, ചിന്തിക്കാം. അപ്പം ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ സമ്പ്രദായം, ശ്രീകൃഷ്ണനെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാഭാരതത്തിലാണോ എന്നുള്ളത് മഹാഭാരതത്തിലാണ്. മഹാഭാരതത്തിൽ വിസ്തരിച്ച് ഭഗവാന്റെ ജീവചരിത്രം വർണ്ണിക്കുന്നുണ്ട്. പക്ഷേ മഹാഭാരതത്തിൻ്റെ മുമ്പിലേക്ക് പോയാൽ വൈദിക സാഹിത്യത്തിൽ തന്നെ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയും, ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ കഴിയും. യോഗിയായിരിക്കുന്ന ഭഗവാനെ ഛാന്തോക്യോപനിഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഛാന്തോക്യോപനിഷത്തിലെ 3-ാമത്തെ അധ്യായം, അതിലെ 17-ാമത്തെ ഖണ്ഡത്തിൽ ശ്രീകൃഷ്ണൻ അങ്കിരസിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഘോരൻ എന്ന മഹർഷിയുടെ ശിഷ്യനായിട്ട് വരുന്നുണ്ട്. ഘോരനിൽ നിന്ന് ഭഗവാൻ എന്താ പഠിച്ചത്? ദേവകീപുത്രനായ ശ്രീകൃഷ്ണൻ എന്താണ് അവിടെ പഠിച്ചത്? നമ്മുടെ ജീവിതത്തെ തന്നെ യജ്ഞമാക്കി മാറ്റുന്ന പ്രവൃത്തി. അതാണ് ആങ്കിരസഗോത്രത്തിൽപ്പെട്ട ഘോരനിൽ നിന്ന് ഭഗവാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് അവിടെ പറഞ്ഞത്. ജീവിതത്തെ തന്നെ യജ്ഞമാക്കുക, അതാണ് പുരുഷയജ്ഞം എന്നൊക്കെയാണ് അവിടെ പറയുക. ആത്മയജ്ഞം, പുരുഷയജ്ഞം, എല്ലാ കർമ്മങ്ങളും ഭഗവത് സമർപ്പണമായി ചെയ്യുക, അതാണ് ആ യജ്ഞത്തിൻ്റെ രീതി. ഇത് തന്നെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനന് ഉപദേശിച്ചു കൊടുത്തതും. ഇതേ ആശയം തന്നെയാണ്. അപ്പം എന്താണ് അവിടെ പറഞ്ഞത്? അഥ യത് തപോദാനം ദാനം ആർജവം അഹിംസ സത്യവചനം ഇതിതാഹ അസ്യ ദക്ഷിണാഹ. ഈ ആത്മയജ്ഞത്തിൻ്റെ ദക്ഷിണ എന്തൊക്കെയാണ്? അഥ യത് തപോദാനം, തപസ് ഉണ്ടാവണം. തപസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സശ്ച ഇന്ദ്രിയാണാം ച ഐകാഗ്ര്യം പരമം തപ. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയ്ക്കാണ് തപസ് എന്ന് പറയുക. ദാനം, സൽപാത്രങ്ങൾക്കായിട്ട് ദാനം ചെയ്യുക. ആർജവം, നേരായ മാർഗം. അഹിംസ, ഉപദ്രവിക്കാതിരിക്കുക, മറ്റൊന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക. സത്യവചനം, സത്യം മാത്രം പറയുക, സത്യഭാഷണം. ഇതൊക്കെയാണ് ആ പുരുഷയജ്ഞത്തിൻ്റെ പ്രധാന അംഗങ്ങൾ, ദക്ഷിണയായിട്ടൊക്കെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ അഥ യത് ഹസതി യത് ജക്ഷതി യൻ മൈഥുനം സ്തുത ശസ്ത്രൈരേവ തദേതി, യൻ മൈഥുനം സ്തുതശസ്ത്രൈരേവ തദേതി എന്നൊക്കെ അവിടെ തന്നെ കാണാം. എല്ലാ കർമ്മങ്ങളും, നമ്മൾ ചിരിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും എല്ലാ പ്രവൃത്തികളെയും എൻ മൈഥുനം, ഇതെല്ലാം തന്നെ വിവാഹ ജീവിതം പോലും എന്താണ് അവിടെ? സ്തുതശസ്ത്രൈരേവ, സ്തുതവും ശസ്ത്രവുമാകുന്നു എന്നാണ് ആ സന്ദർഭത്തിൽ പറഞ്ഞത്. സ്തുതം ശസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്തുതം എന്ന് പറഞ്ഞാൽ സ്തോത്രങ്ങൾ, അതുപോലെ ശസ്ത്രം എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ സ്വരങ്ങളോടൊക്കെ കൂടി ജപിക്കുന്ന വേദമന്ത്രങ്ങൾ. ഇതാണ് എല്ലാ കർമ്മങ്ങളും എന്ന് പറയുകയാണ്. അതായത് എല്ലാ കർമ്മങ്ങളെയും ഈശ്വര സമർപ്പണമായി ചെയ്യുന്ന പ്രവൃത്തിക്കാണ് പുരുഷയജ്ഞം, ആത്മയജ്ഞം എന്നൊക്കെ പറയുന്നത്. ഇതാണ് ഭഗവാൻ അങ്കിരസിൽ നിന്ന് പഠിച്ചത്, ഘോര അങ്കിരസിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പം നമുക്കൊരു സംശയം ഉണ്ടാവും, ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഗുരുവായിട്ട് ഘോര മഹർഷി, ആങ്കിരസ ഗോത്രത്തിൽപ്പെട്ട ഒരു മഹർഷിയെക്കുറിച്ച് ഛാന്തോക്യത്തിൽ മാത്രമല്ലേ ഉള്ളൂ, വേറെ ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടോ എന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ സംശയിക്കേണ്ട, ലിംഗപുരാണത്തിലൊക്കെ കാണാം ഭഗവാൻ യോഗമാർഗത്തെ അങ്കിരസിൽ നിന്ന് മനസ്സിലാക്കി എന്ന് പറയുന്നുണ്ട്. ഈ അങ്കിരസനിയായിരിക്കണം ഘോരൻ. അങ്ങനെയാണ് പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം. അങ്ങനെ ധാരാളം ആളുകൾ ഈ ഒരു സന്ദർഭത്തെ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. ഭാഗവത മതത്തിൻ്റെ അടിസ്ഥാനമാണ് ഛാന്തോക്യോപനിഷത്തിലെ ഈ ഭാഗം, പുരുഷയജ്ഞത്തിൻ്റെ ഭാഗം എന്നൊക്കെ മഹാപണ്ഡിതന്മാർ പോലും, ഡോക്ടർ എസ് രാധാകൃഷ്ണനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഭഗവാന്റെ ആ ഒരു തുടക്കം. ഘോരാങ്കിരസിൻ്റെ ശിഷ്യനായിരിക്കുന്ന ഭഗവാനെ, ശ്രീകൃഷ്ണനെ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ ഭഗവാൻ മുനിയാണ് എന്നുള്ള ആ ആശയം നമുക്ക് മഹാഭാരതത്തിലും കാണാൻ കഴിയും. മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് അർജുനൻ. വനപർവ്വത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ എത്ര സായം ഗൃഹോ മുനി, ഭഗവാൻ ഒരു മുനിയായിരുന്നു എന്നാണ്.
ഒരു രാത്രി ഒരു സ്ഥലത്ത് താമസിച്ച് അങ്ങനെ സഞ്ചരിക്കുന്ന ചരൈവേദി, എപ്പോഴും സഞ്ചരിക്കുന്ന ആ രീതിയിൽ നടന്നിരുന്ന ഒരു മുനിയാണ് ഭഗവാൻ എന്ന് മഹാഭാരതത്തിലും കാണാം. സായംഗൃഹോ മുനി എന്നവിടെ പറയുന്നുണ്ട്. എന്നിട്ട് ഭഗവാനെ സ്തുതിച്ചും കൊണ്ട് അർജുനൻ പറയാണ്, ഊർധ്വബാഹുർ വിശാലായാം ബദര്യാം മധുസൂദന അതിഷ്ഠതേകപാദേന വായുഭക്ഷ ശതം സമാ. ഊർധ്വബാഹുവായിട്ടിരുന്ന് വിശാലായാം, വിശാലയിൽ ബദരിയിൽ അങ്ങ് വായുഭക്ഷശതം സമാ, വായുഭക്ഷണം മാത്രം കഴിച്ചും കൊണ്ട് അനവധി കാലം തപസ് ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ. അപ്പം ഭഗവാൻ ഒരു മുനിയാണ് എന്നുള്ള ആശയം ചാന്തോക്യോപനിഷത്തിൽ മാത്രമല്ല, ഇവിടെ മഹാഭാരതത്തിലും സൂചിപ്പിക്കുന്നുണ്ട് ഇതേ വിഷയം തന്നെ. അപ്പം ഭഗവാൻ മുക്തിയുടെ മൂർത്തിയാണ്, മോക്ഷത്തിൻ്റെ മൂർത്തിയാണ് എന്നുള്ളതിന് സംശയിക്കാനില്ലല്ലോ. അപ്പോൾ ഇവിടെ സാന്ദർഭികമായിട്ട് ഞാൻ പറയുകയാണ്, ഇപ്പം പലരും ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണനെക്കുറിച്ച് പറയുമ്പോഴും ശ്രീരാമനെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ ബുദ്ധനിൽ നിന്നാണ് ഇവരൊക്കെ ആശയങ്ങൾ സ്വീകരിച്ചതെന്ന് പറയുന്നത് കേൾക്കാം. അതൊരു യുക്തിയില്ല. കാരണം ചാന്തോക്യോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത്, കൗശീതകീ ബ്രാഹ്മണം, അതുപോലെ തൈത്തിരീയോപനിഷത്ത്, ഐതരേയോപനിഷത്ത്, ഈ 5 ഉപനിഷത്തുക്കളും, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ 5 ഉപനിഷത്തുക്കളും ബുദ്ധന് മുൻപാണ്. ഈശാവാസ്യോപനിഷത്തും ഇതൊക്കെ ബുദ്ധന് മുൻപാണ് എന്നാണ് പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം. എല്ലാ പണ്ഡിതന്മാരുടെയും, പാശ്ചാത്യ പണ്ഡിതന്മാർ പോലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. മാക്സ് മുള്ളറിനെ പോലുള്ളവരൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പഠിക്കുന്ന ചരിത്രം വെച്ച് പറയുകയാണെങ്കിൽ പോലും അഹിംസ, സത്യം, ദയ, കരുണ തുടങ്ങിയ മൂല്യങ്ങളൊക്കെ ബുദ്ധന് മുൻപേ ഉള്ള തൈത്തിരീയോപനിഷത്ത്, ചാന്തോക്യോപനിഷത്ത്, ഈ ഉപനിഷത്തുക്കളിലൊക്കെ കാണാൻ സാധിക്കും. അതിൽ നിന്നാണ്, അവിടെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെയും പരാമർശിക്കുന്നുണ്ട് ഉപനിഷത്തിൽ തന്നെ. അപ്പം ബുദ്ധനിൽ നിന്നാണ് ഇതൊക്കെ സ്വീകരിച്ചത് എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ബുദ്ധന് മുൻപേ ഉള്ള ആശയങ്ങളാണ് ഭഗവാന്റെ ജീവിതത്തിലും ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ ഉപദേശിച്ച സന്ദേശത്തിലും എല്ലാം കാണാൻ സാധിക്കുന്നത്. അതല്ലേ, ബുദ്ധനെ എറിഞ്ഞ കല്ലാണ് ഗീത എന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കാം. യാതൊരു അടിസ്ഥാനവുമില്ല. ബുദ്ധന് മുൻപാണ് ഭഗവാൻ ഉണ്ടായത്, ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്ദേശവും അതേ ബുദ്ധപൂർവമായ, ബുദ്ധന് മുൻപുള്ള സാഹിത്യത്തിൽ തന്നെ, വൈദിക സാഹിത്യത്തിൽ തന്നെ അന്തർലീനമായ ആശയങ്ങളാണ് ഭഗവാൻ ഉപദേശിച്ചതും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. ചാന്തോക്യോപനിഷത്തും തൈത്തിരീയോപനിഷത്തും ബൃഹദാരണ്യകോപനിഷത്തും ഒക്കെ ബുദ്ധന് മുൻപേ ഉള്ള ഉപനിഷത്താണ് എന്ന് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. ഏതായാലും അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാൻ, ആ ഭഗവാന്റെ ചരിത്രമാണ് മഹാഭാരതത്തിലും അതുപോലെ ഭാഗവതത്തിലും വിസ്തരിച്ച് പറയുന്നത്. അപ്പോൾ ചില ചോദിക്കും, മഹാഭാരതത്തിലെ കൃഷ്ണൻ വേറെ ഭാഗവതത്തിലെ കൃഷ്ണൻ വേറെ. അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. കാരണം മഹാഭാരതത്തിൽ, ഭാഗവതത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ഭഗവാന്റെ കുട്ടിക്കാലത്തുള്ള ജീവിതമൊക്കെ നമുക്ക് സഭാപർവത്തിൽ തന്നെ കാണാൻ കഴിയും. 2ാമത്തെ പർവ്വമായ സഭാപർവത്തിൽ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്, ആ ഭാഗത്ത് വർണ്ണിക്കുന്നുണ്ട്. പിന്നെ ഹരിവംശത്തിൽ അവിടെ അതേ ഭഗവാന്റെ ജീവിതമൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ഇപ്പോൾ ഭാഗവതം എഴുതിയ വ്യാസൻ വേറെ, മഹാഭാരതം എഴുതിയ വ്യാസൻ വേറെ, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഇതൊക്കെ പുരാണങ്ങളിലൊക്കെ കാണാൻ കഴിയും. ഒരു ഗ്രന്ഥം അവസാനം എഴുതിയതാണെന്ന് പറയുന്നതിൻ്റെ സമ്പ്രദായം, ഏറ്റവും അവസാനമാണ് ഉണ്ടായത് എന്ന് പറയുന്നൊരു രീതി, അത് എല്ലാ പുരാണങ്ങളെക്കുറിച്ചും ഉണ്ട്. അപ്പോൾ 18 പുരാണങ്ങളും എഴുതിയതിന് ശേഷമാണ് മഹാഭാരതം എഴുതിയത് എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. വ്യാസഭഗവാൻ തന്നെ 18 പുരാണങ്ങളും എഴുതിയതിന് ശേഷമാണ് മഹാഭാരതം എഴുതിയത് എന്ന് മഹാഭാരതത്തിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. അവസാന ഭാഗത്തൊക്കെ കാണാൻ കഴിയും 18 പുരാണങ്ങൾ. ആ ആശയം തന്നെ മഹാഭാരതത്തിൽ തന്നെ ഉണ്ട്. അതുപോലെ ഭാഗവതത്തിൽ കാണാം, മഹാഭാരതം എഴുതിയിട്ടും സന്തോഷമാവാത്തത് കൊണ്ടാണ് ഭാഗവതം എഴുതിയത് വ്യാസഭഗവാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരോ ഗ്രന്ഥത്തിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി പറയുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഭാഗവതവും മഹാഭാരതവും ഒക്കെ രചിച്ചതാരാണ്? ഒരേ വ്യാസഭഗവാൻ തന്നെയാണ്, സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം സമാനമായ ആശയങ്ങൾ 2 ഗ്രന്ഥങ്ങളിലും ധാരാളം കാണാൻ കഴിയും. ഒരേ തത്വങ്ങൾ, ഒരേ ആശയങ്ങൾ തന്നെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ പലരും ഈ ഗ്രന്ഥങ്ങളൊന്നും കൃത്യമായിട്ട് വായിച്ചു നോക്കാതെ പല നിരൂപകന്മാരും എഴുതി വെച്ചത്, അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്വാൻമാർ ഗ്രന്ഥങ്ങൾ കൃത്യമായി പരിശോധിക്കാതെ, അല്ലെങ്കിൽ അവരുടേതായ ഒരു രീതിയിലുള്ള പരിശോധനയിലൂടെ മാത്രം പല നിഗമനങ്ങളിലേക്ക് എത്തുകയാണ്. മുഴുവൻ ഗ്രന്ഥം വായിച്ചിട്ടാവില്ല അവർ പറയുന്നത്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് നമ്മളങ്ങനെ ധരിക്കുകയാണ്. മഹാഭാരതം എഴുതിയ വ്യാസൻ വേറെയാണ്, ഭാഗവതം എഴുതിയ വ്യാസൻ വേറെയാണ്, വിഷ്ണു പുരാണം എഴുതിയ വ്യാസൻ വേറെയാണ്, അങ്ങനെ നമ്മൾ ധരിച്ച് വശാവുകയാണ്. ചില പുരാണങ്ങളിലൊക്കെ പിൽക്കാലത്തുള്ള കൂട്ടിച്ചേർക്കലുണ്ടാവും, അതില്ല എന്ന് പറയുന്നില്ല, അത് സാധ്യത ഉണ്ട്. അപ്പം ഭവിഷ്യ പുരാണത്തിലൊക്കെ അങ്ങനെ ഉണ്ട്.
അതൊക്കെ പിന്നീടുള്ള കൂട്ടിച്ചേർക്കലാണ്, അങ്ങനെ കൂട്ടിയാൽ മതി. പക്ഷേ 18 പുരാണം മഹാഭാരതം എഴുതിയ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മഹാഭാരതത്തിൽ ഇങ്ങനെ പരാമർശിക്കില്ലല്ലോ. അങ്ങനെ പരാമർശിക്കാൻ കാരണം എന്താണ്? 18 പുരാണം അന്നേ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. 18-ന് നമുക്കൊരു പ്രാധാന്യമുണ്ട്. 18 പുരാണങ്ങൾ, 18 പർവ്വം മഹാഭാരതത്തിന്, ഭഗവത്ഗീതയ്ക്ക് 18 അധ്യായങ്ങൾ, അതോടൊപ്പം 18 വിദ്യകൾ, 4 വേദങ്ങൾ, അതുപോലെ 6 വേദാംഗങ്ങൾ, 4 ഉപവേദങ്ങൾ, ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, അർത്ഥശാസ്ത്രം, ഇങ്ങനെ 4 ഉപവേദങ്ങൾ, പിന്നെ പുരാണം, മീമാംസ, ധർമ്മശാസ്ത്രം, ന്യായം, ഇങ്ങനെ 18 വിദ്യകളായിട്ടാണ് പറയുക. അപ്പം ഇതൊക്കെ 18-നൊരു പ്രാധാന്യം നമ്മുടെ സമ്പ്രദായത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ 18 പുരാണങ്ങൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു, അതിനധികം വിസ്തരിക്കുന്നില്ല. ഏതായാലും ഭാഗവതത്തിലും മഹാഭാരതത്തിലൊക്കെ പറഞ്ഞ ആ ഭഗവാന്റെ ജീവിതം നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു ഉത്കൃഷ്ടമായ രീതിയിലാണ്, എന്തെല്ലാം തരത്തിലുള്ള സന്ദേശങ്ങളാണ് ഭഗവാൻ നൽകിയതെന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാൻ ജനിച്ചത് തന്നെ ജയിലിലാണ്, മധുരയിലെ കാരാഗൃഹത്തിലാണ് ഭഗവാൻ ജനിച്ചത്. സാധാരണ ഒരിക്കലും ജയിലിൽ ജനിക്കില്ല. ഒരു 10-12 വയസ്സായാൽ പിന്നെ ജയിലിലേക്ക് വരും, അത്രയേ ഉള്ളൂ. അങ്ങനെ എത്തുന്നവരുണ്ട്, അത്രയേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ജനിച്ചത് തന്നെ എവിടെയാണ്? ജയിലിലാണ്. അതായത് ബന്ധനത്തിൻ്റെ ഇടയിലാണ്, എല്ലായിടത്തും പാരതന്ത്ര്യമാണ്, അതിൻ്റെ മധ്യത്തിലാണ് ഭഗവാൻ അവതരിച്ചത്. അതും അർദ്ധരാത്രി സമയത്താണ്, എല്ലായിടത്തും ഇരുട്ടാണ്. എന്താ ഭഗവാൻ ഈ ജന്മം തന്നെ കാണിച്ചു തരുന്നത്? ഞാൻ ലോകത്തിൻ്റെ എല്ലാ ഇരുട്ടിനെയും നീക്കാനായി അവതരിച്ചതാണ്. എല്ലാ തരത്തിലുള്ള പാരതന്ത്ര്യങ്ങളും എന്നെ ഉപാസിച്ചു കഴിഞ്ഞാൽ നീങ്ങാൻ സാധിക്കുന്നു, മായാബന്ധനങ്ങളെ മുഴുവൻ എനിക്ക് നീക്കാൻ സാധിക്കുന്നു എന്ന ആ ഒരു തത്വത്തെ തന്നെയാണ് ഭഗവാൻ ഈ ഒരു ജനനത്തിലൂടെ തന്നെ കാണിച്ചു തന്നത്. മേൽപ്പത്തൂർ നാരായണീയത്തിൽ പറയുന്നുണ്ടല്ലോ, ശ്രീകൃഷ്ണ ത്വൽപദോപാസനം അഭയതമം ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേ മർത്യസ്യാർത്ഥസ്യ മഞ്ഞേ വ്യപസരതി ഭയം യേന സർവാത്മനൈവ. അല്ലയോ ശ്രീകൃഷ്ണ, അവിടുത്തെ ഉപാസനയിലൂടെ സകല തരത്തിലുള്ള പാരതന്ത്ര്യങ്ങളും നീങ്ങാൻ സാധിക്കുന്നു, എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളെയും നീക്കാൻ സാധിക്കുന്നു, മായാബന്ധനങ്ങൾ, അജ്ഞാനബന്ധനങ്ങളൊക്കെ നീങ്ങുന്നു. അതാണ് ഭഗവാൻ തൻ്റെ ജന്മത്തിലൂടെ തന്നെ കാണിച്ചത്. അതിനുശേഷം ഭഗവാൻ ജീവിച്ചത് എവിടെയാണ്? ഇടയന്മാരുടെ കൂടെ നന്ദഗോകുലത്തിലാണ് താമസിച്ചത്. സാധാരണക്കാരായ ആളുകളുടെ കൂടെ പശുക്കളെയൊക്കെ മേച്ചും കൊണ്ട്. ഉള്ളൂർ പറയുന്നുണ്ടല്ലോ, മാടുമേച്ചു കളിച്ചാൻ പോൽ മായാമാനുഷൻ പുരാൻ. മാടുമേച്ചും കൊണ്ട് ആ കാളിന്തിയിലൂടെയൊക്കെ ഭഗവാൻ സഞ്ചരിച്ചു, സാധാരണക്കാരുടെ കൂടെ ജീവിച്ചു. അതൊക്കെയാണ് ഭഗവാന്റെ ഒരു മഹത്വം. എന്നല്ല, അവരൊക്കെ ഭഗവാൻ മോക്ഷത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. അവിടെയുള്ള ഗോപസ്ത്രീകളെയും അവിടെയുള്ള പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറേ ബ്രാഹ്മണ സ്ത്രീകളുണ്ടായിരുന്നു, അവർക്കൊക്കെ മുക്തിയിലേക്കുള്ള മാർഗം ഭഗവാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു, കാണിച്ചു കൊടുത്തു. തേ നാഥീത ശ്രുതിഗണാഹ നോപാസിത മഹത്തമാഹ അവ്രതാതപ്തപസാഹ സൽസംഗാൻ മാമുപാസിതാഹ. ഭക്തിയോഗത്തിലൂടെ അവർക്കൊക്കെ വേദങ്ങളോ അല്ലെങ്കിൽ ഉപനിഷത്തുക്കളോ ഒന്നും അത്ര വേണ്ടത്ര പഠിച്ചവരായിരുന്നില്ല. അങ്ങനെയുള്ള സ്ത്രീകൾക്കടക്കം ഭഗവാൻ മുക്തി കൊടുത്തു. കാരണം ശ്രീകൃഷ്ണൻ്റെ കാലമായപ്പോഴേക്കും, മഹാഭാരത കാലമൊക്കെ ആയപ്പോഴേക്കും സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്ന സ്ത്രീകളുടെയൊക്കെ സ്ഥാനം കുറഞ്ഞു വന്നിട്ടുണ്ട്, ചുരുങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ ആദ്യകാലത്തൊക്കെ ബ്രഹ്മർഷിമാരൊക്കെ ഉള്ളതുപോലെ തന്നെ ബ്രഹ്മവാദിനിമാരൊക്കെ ഉണ്ടായിരുന്നു, ഋഷികമാരുണ്ടായിരുന്നു, ബ്രഹ്മവാദിനികളുണ്ടായിരുന്നു. പക്ഷേ കൃഷ്ണൻ്റെ കാലമൊക്കെ ആയപ്പോഴേക്കും, മഹാഭാരതമൊക്കെ ആയപ്പോഴേക്കും ആ ഒരു ഉയർന്ന സ്ഥാനം, സ്ത്രീകൾക്കുണ്ടായിരുന്ന ഉയർന്ന സ്ഥാനം കുറഞ്ഞു വന്നു. എന്നാൽ ഭഗവാനോ പാവങ്ങളായ ആളുകൾക്കും അതുപോലെ ഇടയന്മാരായ ജനങ്ങൾക്കും എല്ലാവർക്കും, സ്ത്രീകൾക്കും എല്ലാവർക്കും എന്താണ് ശ്രേയസ്സിൻ്റെ മാർഗം കാണിച്ചു കൊടുത്തു. അതാണ് ഭഗവാന്റെ ഏറ്റവും മഹത്തായ ഒരു മഹിമ. എല്ലാവരെയും ഈ ഒരു ആധ്യാത്മിക മാർഗത്തിലേക്ക് ഉൾക്കൊള്ളിപ്പിച്ചു. ഗീതയിൽ പറയുന്നില്ലേ, മാംഹി പാർത്ഥവ്യപാശ്രിത്യ യേപി സ്യുപ്പാപയോനയ സ്ത്രീയോ വൈശ്യാസ്തഥാ ശൂദ്ര തേപി യാന്തി പരാം ഗതിം. സ്ത്രീകളാവട്ടെ, അതുപോലെ പാപയോനികളാവട്ടെ, അല്ലെങ്കിൽ വൈശ്യരാവട്ടെ, ശൂദ്രരാവട്ടെ, ആരായാലും കുഴപ്പമൊന്നുമില്ല. എന്നെ അനന്യമായി ഉപാസിച്ചു കഴിഞ്ഞാൽ ജ്ഞാനത്തിലൂടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും, എല്ലാ ജനങ്ങൾക്കും, അവിടെ പിന്നെ ഇനിയൊന്നും പറയാനില്ല, സകല ആളുകൾക്കും മോക്ഷത്തിലേക്ക് എത്താനുള്ള ആ അവസരം കൊടുത്തു. എന്നല്ല, ലോകസാഹിത്യത്തിൽ സ്ത്രീകളെ ഒരു പ്രാധാന്യത്തോടുകൂടി വീക്ഷിക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ളത് ശ്രീകൃഷ്ണൻ്റെ ഉപദേശമായ ഭഗവത്ഗീതയിൽ മാത്രമാണ്. നമുക്ക് വിഭൂതി യോഗത്തിൽ കാണാം, അവിടെ സ്ത്രീകളിലുള്ള
ബുദ്ധി, ശക്തി, ഇതൊക്കെ എന്താണ്? ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കീർത്തി ശ്രീവാക്ച നാരീണാം ബുദ്ധിർമേധാ ധൃതി ക്ഷമ. കീർത്തി, ശ്രീ, ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം. കീർത്തി, ശ്രീ, വാക്ക്, നല്ല വാക്കുകൾ, സ്ത്രീകളിലുള്ള നല്ല വാക്കുകൾ, സ്ത്രീകളിലുള്ള ഐശ്വര്യം. കീർത്തി, ശ്രീ, വാക്ക് ച നാരീണാം ബുദ്ധി, സ്ത്രീകളുടെ ബുദ്ധി, സ്ത്രീ ബുദ്ധി. കീർത്തി, ശ്രീ, വാക്ച നാരീണാം ബുദ്ധിർമേധ, ആ തത്വങ്ങൾ മനസ്സിലാക്കാനുള്ള ആ പ്രജ്ഞ. അതുപോലെ ധൃതി, ക്ഷമ, മനസ്സിനെ ഈശ്വരനിൽ ഉറപ്പിക്കാനുള്ള ആ ശക്തി. ധൃതി, ക്ഷമ, അതുപോലെ ക്ഷമ, സ്ത്രീകളിലുള്ള ക്ഷമ. ഇതൊക്കെ ഞാൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ വിഭൂതിയോഗത്തിൽ പറഞ്ഞത്. ലോകത്തിലൊരാചാര്യം പോലും ഈ രീതിയിൽ സ്ത്രീകളെ ഉയർത്തി കാണിക്കുന്ന, സ്ത്രീകളുടെ നന്മകളെ ഉയർത്തി കാണിക്കുന്ന ഒരു സന്ദേശം കൊടുത്തിട്ടില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് പലരും പറയാറുണ്ട്, കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ഒരു ഈശ്വരൻ ഉണ്ടായത് തന്നെ ആര് വന്നിട്ടാണ്? ഭഗവാൻ വന്നതിന് ശേഷമാണ്, ശ്രീകൃഷ്ണൻ വന്നതിന് ശേഷമാണ്. മറ്റു മഹാവിഷ്ണു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഗൗരവം കൂടുതലാണ്. ശ്രീകൃഷ്ണനെ പോലെയല്ല, മഹാവിഷ്ണുവിനൊരു ഗൗരവം കൂടുതലുണ്ട്. മഹാദേവൻ, മഹാവിഷ്ണു എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു അത്ര അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല. അതേപോലെ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു കൂട്ടുകാരനെ പോലെ നമുക്ക് കാണാൻ കഴിയും. കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ഒരു ഈശ്വരൻ ഉണ്ടായി എന്നുള്ളതാണ് ഭഗവാൻ വന്ന സമയത്തുണ്ടായൊരു മഹത്വം. അവർക്കൊക്കെ ഉയരാനുള്ള വഴി ഭഗവാൻ കൊടുക്കുകയും ചെയ്തു. അതുപോലെ അവിടെയുള്ള എല്ലാവരെയും കുട്ടിക്കാലത്ത് വെണ്ണ മോഷ്ടിച്ചിട്ടും പാല് മോഷ്ടിച്ചിട്ടൊക്കെ ആയിട്ട് ബാലലീലകളായിട്ടാണ് നമ്മൾ പറയുക. അതിലൂടെയൊക്കെ ആ ജനങ്ങളുടെയൊക്കെ മനസ്സിനെ പോലും ഭഗവാൻ അപഹരിച്ചു. ഹൃദയമഭിമുഷിത്വ ഹർഷസിന്ധൗ യഥാസ്ത്വം, മനസ്സിനെ പോലും ഭഗവാൻ മോഷ്ടിച്ചു. ഇങ്ങനൊരു ആകർഷണീയത ആർക്കാണുള്ളത്? ഭഗവാനെ പോലെ ഈ ഒരു ആകർഷണീയത. ഇപ്പോൾ ചെറിയ കുട്ടികളുടെയൊക്കെ കളികൾ കാണുമ്പോൾ നമ്മൾ ഭഗവാന്റെ ആ രീതിയിലേക്കല്ലേ കാണാറുള്ളത്? ശ്രീകൃഷ്ണനായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അതിനുശേഷം പിന്നീട് ഭഗവാൻ ഗോപസ്ത്രീകൾക്ക് രാസക്രീഡയിലൂടെ യോഗികൾ എവിടെയാണോ എത്തിച്ചേരുന്നത്, യോഗിഗമ്യം അനുഭാവയൻ, യോഗികൾ എത്തിച്ചേരുന്ന ആ പരമമായ പദത്തെ അവർക്ക് കൊടുക്കുകയും ചെയ്തു. അവർ അനന്യഭക്തിയോടുകൂടി ഭഗവാനെ സേവിച്ചവരായിരുന്നു. അങ്ങനെയുള്ള ആ എല്ലാത്തിനേക്കാൾ പ്രധാനമായിട്ട് ഭഗവാനെ കണ്ടു, ഏറ്റവും മുഖ്യമായിട്ട് ഭഗവാനെ കണ്ടു. അങ്ങനെയുള്ള ആ ഗോപസ്ത്രീകൾക്ക് പരമാനന്ദത്തെ ഭഗവാൻ പ്രദാനം ചെയ്തു. അതാണ് വാസ്തവത്തിൽ രാസക്രീഡ. ഉപനിഷത്തിൽ തന്നെ കാണാം, രസോ വൈസ, തൈത്തിരീയോപനിഷത്തിൽ പറയും. രസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരൻ തന്നെയാകുന്നു. തസ്യ ഭാവ രാസഃ, ആ ഈശ്വരൻ്റെ ഭാവത്തിനാണ് രാസം. തസ്യ ലീല രാസലീല, ആ ഈശ്വരാനന്ദം തന്നെയാണ് രാസക്രീഡ. അതല്ലേ നമ്മളെന്ത് പറയുമ്പോഴും, ഇപ്പം ഒരു സിനിമ കണ്ടു വിചാരിക്കുക, എങ്ങനെയുണ്ട് സിനിമ ചോദിച്ചാൽ എന്താ പറയുക? നല്ല രസമുണ്ട് എന്ന് പറയും. അതുപോലെ സദ്യ കഴിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? നല്ല രസമുണ്ട്. രസാനാം രാജ, ഈ രസത്തിൻ്റെ രാജാവാണ് വാസ്തവത്തിൽ രാസം. ഏറ്റവും വലിയ രാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരൻ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ആനന്ദം. അതിലും വലിയൊരു ആനന്ദം വേറില്ല. മറ്റ് ആനന്ദങ്ങളൊക്കെ ക്ഷണികങ്ങളാണ്. ഈശ്വരൻ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അനുഭവിക്കേണ്ടതായിട്ടില്ല. ആ ഒരു ആനന്ദത്തെ തന്നെ അനന്യമായി ഉപാസിച്ച ഗോപസ്ത്രീകൾക്കൊക്കെ ഭഗവാൻ നൽകുകയും ചെയ്തു. അതാണല്ലോ യഥാർഭക സ്വപ്രതിബിംബ വിഭ്രമ എന്ന് മാത്രമല്ല, ഭഗവാന്റെ മനോഭാവം എങ്ങനെയായിരുന്നു? ഇത്രയും സ്ത്രീകൾ 4 ഭാഗങ്ങളിൽ ഉണ്ടായ സമയത്ത് ഭഗവാന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിരുന്നോ? ഇല്ല. യഥാർഭക സ്വപ്രതിബിംബ വിഭ്രമ, ഒരു അർഭകൻ, ഒരു ബാലകൻ ചെറിയ കുട്ടികളോടെങ്ങനെയാണോ, നിഴലിനോടൊക്കെ എങ്ങനെയാണോ കളിക്കുന്നത്, സ്വപ്രതിബിംബം എന്ന് പറഞ്ഞാൽ നിഴൽ, സ്വന്തം പ്രതിബിംബത്തിനോട്, നിഴലിനോട് കളിക്കും പോലെ ഭഗവാൻ ഈ ഗോപസ്ത്രീകളുടെ കൂടെ നൃത്താദികളൊക്കെ ചെയ്തു എന്നാണ്. ഭഗവാന്റെ ആ യോഗേശ്വരത്വം കൂടിയാണ് ഈ ഒരു രാസക്രീഡയിലൂടെ കാണിക്കുന്നത്. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ച ആ മുനിഭാവം, അതും കൂടി നമുക്കവിടെ കാണാൻ കഴിയും, രാസക്രീഡയിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഭാഗവതത്തിൻ്റെ ഭാഗവതത്തിൽ ധാരാളം വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനം ശ്രീധരാചാര്യസ്വാമികളുടെ വ്യാഖ്യാനമാണ്. അത് അദ്ദേഹം പറയും, ഈ രാസക്രീഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാൻ കാമത്തെ ജയിച്ച ലീലയാണ് എന്നാണ് അവിടെ പറഞ്ഞത്. കാമജയ എന്നവിടെ പറയുന്നുണ്ട്. അതിന് തൊട്ട മുൻപായിട്ട് ഇന്ദ്രനെ ഭഗവാൻ ജയിച്ചു എന്ന് പറയുന്നുണ്ട്. ഇന്ദ്രൻ അധികാരത്തിൻ്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ കർമ്മേന്ദ്രിയത്തിൻ്റെ പ്രതീകമാണ് ഇന്ദ്രൻ. ഇന്ദ്രാദയോ ബാഹവ ആഹുരുസ്ര എന്നൊക്കെയാണല്ലോ. ഇന്ദ്രാദി ദേവന്മാർ ഭഗവാന്റെ കൈകളാണെന്നാണ് പറയുക. അപ്പം കർമ്മേന്ദ്രിയത്തിൻ്റെ പ്രതീകമാണ് ഇന്ദ്രൻ. കർമ്മേന്ദ്രിയത്തെ ഭഗവാൻ ജയിച്ചു എന്നാണ് ഇന്ദ്രനെ ജയിച്ചു എന്ന് പറഞ്ഞതിലൂടെ അർത്ഥാക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ബ്രഹ്മാവിനെ ജയിച്ചു എന്ന് വൃന്ദാവനത്തിൻ്റെ ആ ലീലകളിൽ പറയുന്നുണ്ട്. ബ്രഹ്മാവ് ആരാണ്? ബ്രഹ്മാവ് ബുദ്ധിയുടെ പ്രതീകമാണ്.
ബുദ്ധിയെ ഭഗവാൻ ജയിച്ചു, അല്ലെങ്കിൽ മനസ്സിനെ ജയിച്ചു, അങ്ങനെ അർത്ഥം എടുക്കാം. മനസ്സിനെ ഭഗവാൻ ജയിച്ചു, അതാണ് കാണിച്ചു തരുന്നത്. പിന്നെ വരുണനെ ജയിച്ചു എന്ന് പറയുന്നുണ്ട്. വരുണൻ നാവിൻ്റെ പ്രതീകമാണ്. നാവിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഭഗവാൻ നാവിനെ ജയിച്ചു, ഇന്ദ്രിയങ്ങളെ ജയിച്ചു, മനസ്സിനെ ജയിച്ചു, എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ചു എന്നുള്ള ആ അർത്ഥമാണ് ഇതിലൂടെയൊക്കെ കാണിച്ചു തരുന്നത്, ഈ കഥകളിലൂടെയൊക്കെ. അവസാനം ഭഗവാൻ കാമത്തെയും ജയിച്ചു, അതാണ് രാസക്രീഡയിലൂടെ കാണിച്ചു തരുന്നത്. അങ്ങനെ ഭഗവാന്റെ ആ യോഗ മാർഗം, യോഗഭാവം, അതാണ് ഈ ഒരു ലീലകളിലൂടെയൊക്കെ ഭാഗവതത്തിലും മഹാഭാരതത്തിലൊക്കെ പറയുന്നത്. അതിനുശേഷം പിന്നീട് ഭഗവാൻ മധുരയിലേക്ക് എത്തുകയാണ്, വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് എത്തുകയാണ്. മധുരയിലുള്ള യാദവന്മാർ പൊതുവെ അവരെങ്ങനെയാണ്, അവർ ഗണസമ്പ്രദായത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. ഒരു ജനാധിപത്യ സമ്പ്രദായം ഗണരാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. മഹാഭാരതത്തിലൊക്കെ ഗണരാജ്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള പരാമർശം ധാരാളം കാണാം. ഗണരാജ്യങ്ങളുടെ മഹത്വമൊക്കെ ഭീഷ്മർ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശാന്തിപർവ്വത്തിൽ. ഗണസമ്പ്രദായങ്ങളുടെ പ്രത്യേകത അവിടെ തെരഞ്ഞെടുക്കുക ചെയ്യുക, പാരമ്പര്യക്രമത്തിൽ രാജാവിനെ നിശ്ചയിക്കുകയല്ല ചെയ്തിരുന്നത്, നല്ല ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ലോകത്തിൽ ജനാധിപത്യത്തിൻ്റെ തൊട്ടിൽ ഗ്രീസാണെന്നൊക്കെ ചിലർ പറയാറുണ്ട്. അതൊന്നുമല്ല. ഗ്രീസൊക്കെ ജനാധിപത്യമാവുന്നതിന് മുൻപ് തന്നെ ഭാരതത്തിൽ തന്നെ ഗണസമ്പ്രദായം ഉണ്ടായിരുന്നു. ഇതെല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ കാര്യമാണ്. എത്രയോ ആളുകൾ ഈ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധൻ ജനിച്ച വംശം അതും ഗണസമ്പ്രദായത്തിൽപ്പെട്ടവരായിരുന്നു, ആ രാജ്യവും ഗണസമ്പ്രദായത്തിൽപ്പെട്ടവരായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ യാദവന്മാരും വൃഷ്ണികളും അവരും അതെ ഗണസമ്പ്രദായത്തിൽപ്പെട്ടവരായിരുന്നു. ശൈബ്യന്മാർ, ശിബിചക്രവർത്തിയൊക്കെ ജനിച്ച ആ കുലം ഉണ്ടല്ലോ, ശൈബ്യന്മാർ, അവരും ജനായത്ത സമ്പ്രദായത്തിൽപ്പെട്ടവരായിരുന്നു, ഗണസമ്പ്രദായത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ ഈ ഗണസമ്പ്രദായത്തിൽ പോയിരുന്ന യാദവന്മാരെ ഇല്ലായ്മ ചെയ്ത് കംസൻ തൻ്റെ ഏകാധിപത്യം നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത്. ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഏകാധിപത്യം, തീർത്തും അധാർമികമായിട്ട് കുട്ടികളെയൊക്കെ കൊല്ലുക, സ്വന്തം അച്ഛനെ തന്നെ ജയിലിലടച്ചു, ഉഗ്രസേനനെ തന്നെ ജയിലിലടച്ചു. അങ്ങനെയുള്ള ഒരു വിപത്തായിട്ട് നിന്നിരുന്ന യാദവന്മാർക്ക് മുഴുവൻ, അല്ലെങ്കിൽ സമൂഹത്തിന് മൊത്തത്തിലൊരു വിപത്തായിട്ട് നിന്നിരുന്ന ആ കംസനെ ഭഗവാൻ മധുരയിൽ നിന്ന് വധിച്ചു. മധുരയിൽ വധിച്ചു എന്ന് മാത്രമല്ല, അവിടെ ഗണസമ്പ്രദായം ആവിഷ്കരിക്കുകയും ചെയ്തു. കംസൻ്റെ പിതാവായ ഉഗ്രസേനന് ഭഗവാൻ അധികാരം കൊടുത്തു. യാദവന്മാരിൽ വെച്ച് ഏറ്റവും മഹാനായ ഒരു യാദവനായിരുന്നു സാത്യകി. അദ്ദേഹത്തിന് ഭഗവാൻ സർവ്വസൈന്യാധിപ സ്ഥാനം കൊടുത്തു. വിതുരർക്ക് എങ്ങനെയാണോ കൗരവന്മാർക്ക് എങ്ങനെയാണോ വിതുരർ, അതുപോലെയാണ് യാദവർക്ക് ഉദ്ധവർ എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. മഹായോഗ്യനായിരിക്കുന്ന ഉദ്ധവോ ബുദ്ധിസത്തമ, ഭാഗവത്തിൽ പറയും ഉദ്ധവോ ബുദ്ധിസത്തമ, വളരെ ജ്ഞാനിയായിരിക്കുന്ന ആ ഉദ്ധവരെ ഭഗവാൻ പ്രധാനമന്ത്രിയാക്കി നിശ്ചയിച്ചു. അങ്ങനെ നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഭഗവാൻ അവിടെ മധുരയിൽ ഒരു സമ്പ്രദായം, ജനാധിപത്യ രീതിയിലുള്ള ആ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന തരത്തിൽ നല്ലൊരു ഭരണം ഭഗവാൻ മധുരയിൽ കാഴ്ചവെച്ചു. തുടർന്ന് ഭഗവാൻ ദ്വാരകയിലേക്ക് മാറി താമസിച്ചു. ദ്വാരകയിൽ വെച്ച് ഭഗവാൻ രുക്മിണി, സത്യഭാമ, ജാമ്പവതി തുടങ്ങിയ സ്ത്രീകളെ വിവാഹം കഴിച്ചു. 8 വിവാഹം ഭഗവാൻ കഴിച്ചിട്ടുണ്ട്. അത് അവരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് പഴയ കാലത്ത് വിവാഹം കഴിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രതന്ത്രത്തിൻ്റെ ഭാഗവും കൂടിയാണ്. കാരണം ഒരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ ആ രാജ്യത്തിലുള്ള ജനങ്ങളും അവിടുത്തെ രാജാവും ഒക്കെ തൻ്റെ ഒരു ബന്ധുത്വം ഉണ്ടാക്കാനും അവരായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും. ഒരു തന്ത്രത്തിൻ്റെ ഭാഗവും കൂടിയാണ്, രാഷ്ട്രതന്ത്രത്തിൻ്റെ ഭാഗവും കൂടിയാണ് പഴയ കാലത്ത് രാജാക്കന്മാർ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഗുപ്ത രാജകുമാരിയെ വകാടയിലെ പ്രവരസേനം വിവാഹം കഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഗുപ്തന്മാരും വകാടന്മാരും തമ്മിൽ യോജിപ്പായത്. ആ സ്ത്രീ അവർ പിൽക്കാലത്ത് ഭരണകാര്യം കൂടി അവർ നിർവഹിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണകാര്യങ്ങളിൽ പോലും ആ ഗുപ്തരാജകുമാരി മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രവരസേനൻ്റെ പത്നിയായിട്ടാണ് അവർ വന്നത്. പിന്നെ പ്രവരസേനൻ മരിച്ചു. അതിനുശേഷം പിന്നീട് ഈ രാജ്ഞി മൊത്തം ആ വകാട രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിന് മുഴുവൻ ആധിപത്യം ഏറ്റെടുത്ത് ഭരണം തന്നെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ പ്രഭാവതി ഗുപ്ത, അവരുടെ പേരതാണ് പ്രഭാവതി ഗുപ്ത. ഗുപ്തവംശത്തിലാണ് അവർ ജനിച്ചത്. വകാടന്മാരവരെ വിവാഹം കഴിച്ചു, വകാട രാജാവ് വിവാഹം കഴിച്ചു. അങ്ങനെ ഒരു സമ്പ്രദായം. അപ്പം ഗുപ്തന്മാരും വകാടന്മാരും കൂടി യോജിച്ചതോടുകൂടി ഗുപ്തകാലഘട്ടം ഭാരതത്തിൻ്റെ സമൃദ്ധമായ ഒരു കാലമായി മാറി. ഏറ്റവും സമ്പന്നമായ ഒരു കാലഘട്ടമാണ് ഗുപ്തകാലഘട്ടം. സുവർണകാലഘട്ടം എന്നാണ് പറയപ്പെടുന്നത് ഗുപ്തകാലഘട്ടം. സാഹിത്യം, അതുപോലെ അലങ്കാരശാസ്ത്രം, എല്ലാ മേഖലകളിലും പുരോഗതിയാണ്. ശില്പവിദ്യ, എല്ലാ മേഖലകളിലും ഉയർച്ച ഉണ്ടായിരുന്നൊരു കാലം. കാളിദാസനെ പോലുള്ള കവികൾ, ആര്യഭടനെ പോലുള്ള
ഗണിതശാസ്ത്രജ്ഞന്മാർ, ഇവരൊക്കെ ഗുപ്തകാലഘട്ടത്തിലാണ് ഉണ്ടായത്. അപ്പം അത്രയൊരു ഉയർച്ച ഉണ്ടാവാൻ കാരണം ഈ രാജാക്കന്മാർ തമ്മിലുള്ള ബന്ധം കൊണ്ടും കൂടിയാണ്. അപ്പോൾ ഭഗവാൻ 8 വിവാഹം കഴിച്ചു. അത് പലതും ഇതിനു വേണ്ടിയിട്ടാണ്, എല്ലാവരെയും യോജിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ നരകാസുരൻ്റെ കൊട്ടാരത്തിൽ കിടക്കുന്ന അനവധി സ്ത്രീകളെ ഭഗവാൻ കഷ്ടപ്പെട്ടും കൊണ്ടിരിക്കുന്ന, നരകത്തിൽ കിടക്കുന്ന കുറേ സ്ത്രീകളെ, അനാഥകളായി കിടക്കുന്നിരുന്ന കുറേ സ്ത്രീകളെ മോചിപ്പിച്ച് ഭഗവാൻ അവരെയൊക്കെ സനാഥകളാക്കി മാറ്റി. അവന് വിവാഹം കഴിച്ചു എന്ന് പറയാൻ കഴിയില്ല, അവരൊക്കെ സനാഥകളാക്കി മാറ്റി. അവരുടെയൊക്കെ ഭർത്താവായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവരൊക്കെ ഭരിച്ചു, നല്ല രീതിയിൽ അവർക്കൊക്കെ ജീവിക്കാനുള്ള അവസരം കൊടുത്തു. ആർത്തെടുത്താൽ മതി. ഇതേ വിഷയം തന്നെ ആധ്യാത്മികമായി പറയുകയാണെങ്കിലോ കൃഷ്ണോപനിഷത്തിൽ കാണാം. അഷ്ടാവഷ്ടസഹസ്രാണി ശതാധിക്യസ്തഥാ സ്ത്രീയ ഋജോപനിഷതസ്താസാം ബ്രഹ്മരൂപാ ഋജസ്ത്രീയ. ഈ 16,000-ഓളം സ്ത്രീകൾ ഋക്കുകളും ഉപനിഷത് മന്ത്രങ്ങളുമാകുന്നു എന്ന് പറയുന്നുണ്ട് കൃഷ്ണോപനിഷത്തിൽ. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ ചുറ്റുവട്ടത്തും ഉപനിഷത്ത് തത്വങ്ങളാണ് നൃത്തം ചെയ്യുന്നത്, ഉപനിഷത് സുന്ദരിമാരാണ് നൃത്തം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കൃഷ്ണൻ കുറേ 16,000 വിവാഹം കഴിച്ചില്ലേ എന്നൊക്കെ ചിലർ ചോദിക്കും. അതിൻ്റെയൊക്കെ അർത്ഥം ഇതാണ്. ആധ്യാത്മികമായ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരെല്ലാവരും ഉപനിഷത്ത് തത്വങ്ങൾ തന്നെയാണ്. അതല്ലേ മേൽപ്പത്തൂരും പറയുന്നത്, വിലസത് ഉപനിഷത് സുന്ദരി മണ്ഡലൈശ്ച. ഉപനിഷത് സുന്ദരിമാരാണ് ഭഗവാന്റെ 4 ഭാഗങ്ങളിലും നൃത്തം ചെയ്യുന്നത് എന്നാണ്. അത് കൃഷ്ണോപനിഷത്തിൽ നിന്ന് കിട്ടിയ ആശയമാണ് മേൽപ്പത്തൂർ നാരായണീയത്തിൽ സൂചിപ്പിച്ചത്. അങ്ങനെ എല്ലാ നിലയ്ക്കും ഗൃഹസ്ഥനായും കൊണ്ട്, മഹാഗൃഹസ്ഥനായും കൊണ്ട് ഭഗവാൻ ജീവിച്ചു. സാമ്പൻ, പ്രദ്യുമ്നൻ തുടങ്ങിയ പുത്രന്മാരൊക്കെ ജനിച്ചു. അവരും മഹാരഥന്മാരായിരുന്നു. എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും ഭഗവാൻ എന്തുണ്ടായിരുന്നില്ല? ലവലേശം ഫലാകാംക്ഷ ഉണ്ടായിരുന്നില്ല, തനിക്കൊന്ന് വേണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നില്ല. അതുപോലെ കംസനെ വധിച്ച സമയത്ത് തന്നെ ഭഗവാൻ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, ജ്ഞാതികാര്യം മയാകൃതം, ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തതല്ല, ഒക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ബന്ധുക്കൾക്ക് വേണ്ടി ചെയ്തതാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഒരു കർമ്മം ചെയ്യുമ്പോഴും ഭഗവാൻ ഒട്ടലുണ്ടായിരുന്നില്ല, നിസ്സംഗതയോട് കൂടിയിട്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്തത്. ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ ഉപദേശിച്ച കാര്യങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കി എന്നുള്ളതാണ്. അതാണ് ഭഗവാന്റെ മഹത്വം. ഗൃഹേഷു ഗൃഹവാനിവ എന്നൊക്കെ ഭാഗവതത്തിൽ കാണാം. ഗൃഹത്തിലിരിക്കുന്നുണ്ടെങ്കിലും, ഗൃഹത്തിലാണ് ഇരിക്കുന്നതെങ്കിലും, ഗൃഹസ്ഥനാണെങ്കിൽ പോലും, പക്ഷേ അതിനോടൊന്നും ഭഗവാൻ എന്തുണ്ടായിരുന്നില്ല? ഒട്ടൽ തീരെ ഉണ്ടായിരുന്നില്ല. രാമകൃഷ്ണ പരമഹംസർ പറയുന്നില്ലേ, ഈ ചക്ക മുറിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള പശ പറ്റാതിരിക്കാൻ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയാൽ മതി എന്ന് പറയും. ഇതേ രീതിയിലാണ് ഭഗവാൻ എല്ലാ കർമ്മവും ചെയ്തത്. ഫലാകാംക്ഷ തീരെ ഉണ്ടായിരുന്നില്ല. കർമ്മങ്ങളൊക്കെ ചെയ്തു. ലോകസംഗ്രഹമേവാപി, ലോകത്തിന് മാതൃകയാവാൻ വേണ്ടി കർമ്മങ്ങളൊന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. കർമ്മങ്ങളൊക്കെ ചെയ്തു. ലോകത്തിന് മാതൃക കാണിക്കാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്തു. അതിൻ്റെ ഫലം സുഖാവട്ടെ ദുഃഖാവട്ടെ രണ്ടിനാലും ബാധിക്കപ്പെടാതെ ഭഗവാൻ ശാന്തനായിട്ടിരിക്കുകയും ചെയ്തു. ഭഗവാന്റെ പുത്രന്മാരൊക്കെ പിന്നീട് ഭഗവാൻ പറഞ്ഞത് കേൾക്കാതെയായി. അപ്പോൾ ഭഗവാൻ എന്തേ വിഷമമുണ്ടായോ? പ്രഭാസത്തിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ പോയിട്ട് ദാനം ചെയ്യണം, കുരുത്തക്കാടൊന്നും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ പോകുമ്പോൾ എങ്ങനെയാണ് പോയത്? മദ്യത്തിൻ്റെ കുപ്പി എടുത്തിട്ടാണ് പോയത്. ഭഗവാൻ ഇത് കാണുന്നുണ്ട്. അവർ തമ്മിൽ തച്ച് മരിക്കാൻ പോവുകയാണ്. ഭഗവാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അപ്പോഴും ഭഗവാൻ ചിരിച്ചു. താൻ പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ, ഉപദേശിച്ച് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. അവർ അതിനനുസരിച്ചില്ല. അതിൻ്റെ ഫലം അവരനുഭവിക്കട്ടെ. ഈ ഒരു പ്രത്യേകത, ഒന്നിനോടൊരു മമത്വം ഭഗവാനില്ല. വേണ്ടതൊക്കെ ഭഗവാൻ ചെയ്തു. അതിന് മുകളിലൊരു ഒട്ടൽ ഭഗവാൻ ഉണ്ടായിരുന്നില്ല. തൻ്റെ പുത്രന്മാരും ബന്ധുക്കളൊക്കെ തമ്മിലടിച്ച് മരിച്ച സമയത്ത് ഭഗവാൻ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായോ? ഒരു സങ്കടം ഉണ്ടായില്ല. ആ സമയത്തും ഭഗവാൻ ചിരിച്ചും കൊണ്ടായിരുന്നു. അതാണ് ഭഗവാന്റെ ഒരു മഹത്വം. എപ്പോഴും ചിരിച്ചും കൊണ്ടാണ്. കരയാനുള്ള എത്രയോ സന്ദർഭങ്ങൾ ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. പക്ഷെ ഒരിക്കൽ പോലും ഭഗവാൻ കരഞ്ഞിട്ടില്ല. എപ്പോഴും ഭഗവാൻ ചിരിച്ചും കൊണ്ടാണ്. അതല്ലേ ഭഗവാന്റെ മഹത്വം. ധീരനായ ചന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നില്ലേ? ഭഗവാൻ എന്നെങ്കിലും കരഞ്ഞിട്ടുണ്ടോ എന്നാണ്. അതോടൊപ്പം തന്നെ ഭഗവാന് പ്രത്യേകിച്ചൊരു ലക്ഷ്യമില്ലെങ്കിൽ പോലും അധർമ്മത്തെ നീക്കണം, ധർമ്മത്തിന് വിജയം ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൗരവന്മാരുടെ ഭാഗത്തു നിന്ന് ചതി ഉണ്ടായ സമയത്തോ അതേപോലെ തന്നെ ഭഗവാൻ നിന്നു. അഭിമന്യുവിനെ ചതിച്ചു കൊന്നതിന് ശേഷം 6 പേരും കൂടി ചതിച്ചു കൊല്ലുകയുണ്ടായത്. അവിടെയാണ് ചതിയുടെ തുടക്കം കാണാൻ കഴിയുക. ദ്രോണര്, അതുപോലെ അശ്വത്ഥാമാവ്, കർണൻ, എല്ലാവരും കൂടി ചതിച്ചു കൊല്ലുകയുണ്ടായത് അഭിമന്യുവിനെ. കാരണം ഒരു മഹാരഥൻ മാത്രമേ ഏറ്റുമുട്ടാവൂ എന്നൊക്കെ മഹാഭാരതത്തിൽ കാണാൻ കഴിയും. യുദ്ധത്തിന് മുമ്പ് ഒരു നിയമം വെച്ചിട്ടുണ്ട്. ആ നിയമമൊക്കെ ലംഘിച്ചതാരാണ്? ആദ്യം ലംഘിച്ചത് കൗരവന്മാരാണ്. അപ്പോൾ പിന്നെ ഭഗവാൻ ദ്രോണാചാര്യരെ കൊല്ലുന്ന സമയത്തും ചതി ഉപയോഗിച്ചു.
യേ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. ഇങ്ങോട്ടെങ്ങനെയാണോ അതേപോലെ അങ്ങോട്ടും. അതാണ് ഭഗവാന്റെ നിലപാട്. കർണനെ വീഴ്ത്തി, അതും കർണൻ അഭിമന്യുവിനെ വീഴ്ത്തിയത് എങ്ങനെയാണ്? പിന്നിലൂടെ പോയിട്ട് ബില്ലിൻ്റെ ഞാണ് മുറുക്കിയാണ്ടായത്. അതിനനുസരിച്ച് തന്നെ കർണനെയും ഒരു തന്ത്രത്തിലൂടെ തന്നെ വീഴ്ത്തി. അപ്പോൾ ഇങ്ങോട്ടെങ്ങനെയാണോ അതേപോലെയാണ് അങ്ങോട്ട്. അപ്പം ധർമ്മത്തിന് ചെറിയ ചെറിയ അധർമ്മ അപ്പുറത്തെ ഭാഗത്തുനിന്നുണ്ടായാൽ, മറുഭാഗത്തു നിന്നുണ്ടായാൽ ആ അധർമ്മത്തെ നീക്കാൻ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രതിരോധിക്കാൻ ചിലപ്പോൾ അധർമ്മം നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടി വരും. അങ്ങനെ ചതിയിലൂടെ തന്നെ ഇങ്ങോട്ട് ചതിച്ചപ്പോൾ അങ്ങോട്ടും ചതിക്കാൻ തുടങ്ങി ഭഗവാൻ. അവസാനം പരമമായ ധർമ്മം പാണ്ഡവന്മാരുടെ ഭാഗത്താണ്, യുധിഷ്ഠിരൻ്റെ ഭാഗത്താണ് ധർമ്മമുള്ളത്. മഹാഭാരതം സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ധർമ്മപുത്രൻ തന്നെയാണ് ഏറ്റവും മുഖ്യമായിട്ട് ധർമ്മമയമായ വൃക്ഷം. അത് മഹാഭാരതത്തിൽ വെറുതെ പറഞ്ഞതല്ല. ഉള്ളൂർ പറയുന്നില്ലേ, ധർമ്മജൻ ധർമ്മമർമ്മങ്ങൾ സാങ്കോപാംഗം ഗ്രഹിച്ചവൻ ശ്വാവിനെ തള്ളി നേടേണ്ടും സ്വർഗത്തിൽ കൊതിയറ്റവൻ. നായയെ തള്ളിയിട്ട് സ്വർഗം പോലും വേണ്ടാ നിശ്ചയിച്ച അത്ര വലിയ ധർമ്മബോധം യുധിഷ്ഠിരൻ്റെ ഉള്ളിലുണ്ട്. ആ ധർമ്മത്തെ രക്ഷിക്കുകയാണ് വേണ്ടത്, ആ ധർമ്മരാജ്യം സ്ഥാപിക്കുകയാണ് വേണ്ടത് എന്ന ആ ഉദ്ദേശത്തോടു കൂടി ഭഗവാൻ ഇങ്ങോട്ട് ചതിച്ചവരെയൊക്കെ ചതിയിലൂടെ തന്നെ പരാജയപ്പെടുത്തി. അവസാനം പരമമായ ജയം പാണ്ഡവന്മാരിലേക്ക് എത്തിച്ചു കൊടുത്തു. അപ്പം പരമമായ ജയം ധർമ്മത്തിനെ ഉണ്ടാകാവൂ, അല്ലെങ്കിൽ ഉണ്ടാവും എന്ന ആ സന്ദേശം അതാണ് ഭഗവാൻ മഹാഭാരത യുദ്ധത്തിലൂടെയൊക്കെ കാണിച്ചു തന്നത്. അതോടൊപ്പം യോഗതത്വത്തെ എല്ലാ സന്ദർഭങ്ങളിലും തൻ്റെ ആ യോഗഭാവം എപ്പോഴും പ്രകടിപ്പിച്ചും കൊണ്ട് ഒന്നിനോടും ഒരു ഒട്ടലില്ലാതെ എല്ലാ കർമ്മങ്ങളും ഭഗവാൻ ചെയ്തു. നോക്കൂ, ഭഗവാൻ കലാകാരനായിരുന്നു. എന്താ കായികം, അതും ഭഗവാനിലുണ്ടായിരുന്നു. അപ്പം ഭാരോദ്വാഹനമൊക്കെ അല്ലേ ഏറ്റവും വലിയ കാര്യമായിട്ട് പറയാറുള്ളത്. അപ്പം ഭഗവാൻ ഗോവർദ്ധന പർവ്വതം തന്നെ അടുത്ത് പൊക്കിയത് ചെറിയ കാര്യമൊന്നുമല്ല. ഗോവർദ്ധന പർവ്വതത്തെ തന്നെ എടുത്തു പൊക്കി. അപ്പം പിന്നെ ഭാരോദ്വാഹനത്തിൻ്റെ കാര്യം പറയാനില്ലല്ലോ. കാളിയൻ്റെ മുകളിൽ നൃത്തം ചെയ്തു. കലാകാരന്മാർക്കും വേദാന്തികൾക്കും എല്ലാവർക്കും കൃഷ്ണനെ വളരെ താല്പര്യമാണ്. എല്ലാവരെയും യോജിപ്പിക്കുന്ന, കലകളിലൂടെയും സംഗീതത്തിലൂടെയും ഒക്കെ സത്യത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഭഗവാൻ. ഓടക്കുഴൽ വിളിക്കുന്നതിലൂടെ, ആ വേണുഗാനത്തിലൂടെയൊക്കെ ഭഗവാൻ ഓങ്കാരത്തെയാണ് ഉപദേശിച്ചു കൊടുത്തത് എന്ന് ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും ഭാരതത്തിന് ഭഗവാൻ ഒരു മാതൃകയാണ്. പിന്നീടുണ്ടായിരുന്ന ചിന്തകന്മാർ മുഴുവൻ ഭഗവാന്റെ ആശയത്തെയാണ് സ്വീകരിച്ചത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ശ്രീബുദ്ധന് മുൻപാണ് ഭഗവാൻ ഉണ്ടായത്, യാതൊരു സംശയവുമില്ല. കാരണം ബുദ്ധന് മുൻപുള്ള പാണിനീയത്തിൽ ഭഗവാനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, ചാന്തോക്യോപനിഷത്തിൽ ഭഗവാനെ പരാമർശിക്കുന്നുണ്ട്. ഭഗവാൻ ഉപദേശിച്ച ആശയങ്ങളൊക്കെ ചാന്തോക്യോപനിഷത്തിൽ, ബുദ്ധന് മുൻപേയുള്ള ചാന്തോക്യാദി ഉപനിഷത്തുകളിലൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ബുദ്ധന് മുൻപാണ് ഭഗവാൻ ഉണ്ടായത്. അപ്പോൾ ബുദ്ധന് ചില ആശയങ്ങളൊക്കെ ഉപദേശിക്കാൻ സാധിച്ചത് ആരുടെ സന്ദേശം കിട്ടിയിട്ടാണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്ദേശം എടുത്തിട്ടാണ് ബുദ്ധൻ ഉപദേശിച്ചത്. ബുദ്ധൻ്റെ വചനങ്ങളിലൂടെയൊക്കെ വർദ്ധമാന മഹാവീരൻ്റെ ഉപദേശങ്ങളിൽ ഭഗവാന്റെ ആശയം കാണാൻ കഴിയും. അതോടൊപ്പം ശങ്കരാചാര്യരുടെ സന്ദേശത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആശയം കാണാൻ സാധിക്കും. ശങ്കരാചാര്യർ വളരെ പ്രസിദ്ധമായ ധാരാളം ഗ്രന്ഥങ്ങളിൽ ഭാഗവതത്തിൽ നിന്ന് പോലും എടുത്തിട്ടുണ്ട്. പ്രബോധ സുധാകരൻ തുടങ്ങിയ ശങ്കരാചാര്യരുടെ കൃതികളിൽ ഭാഗവതത്തിലെ വരികളടക്കം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ ഗ്രന്ഥങ്ങളിലും ശങ്കരാചാര്യരുടെ സന്ദേശത്തിൽ, രാമാനുജാചാര്യരുടെ സന്ദേശത്തിൽ, സന്ത് ജ്ഞാനേശ്വരൻ്റെ ഉപദേശങ്ങളിൽ, അതോടൊപ്പം ശ്രീധരാചാര്യസ്വാമികളുടെ ഉപദേശങ്ങളിൽ, പിന്നീട് ഭാരതത്തിലുണ്ടായ എല്ലാ മഹാപുരുഷന്മാരുടെയും ഉപദേശങ്ങളിലും അവരുടെ പ്രവൃത്തികളിലുമൊക്കെ ശ്രീകൃഷ്ണൻ്റെ ആ ഒരു അടിസ്ഥാനമായ ആശയം, ശ്രീകൃഷ്ണൻ മുന്നോട്ട് വെച്ച ആ കർമ്മയോഗത്തിൻ്റെ ആശയം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ ശ്രീകൃഷ്ണനെ എടുത്തു പറയുന്ന സമയത്ത് പറയും, ഭഗവാൻ എല്ലാവരുടേതുമായിരുന്നു, പാവങ്ങളുടേതുമായിരുന്നു, പാവപ്പെട്ടവരുടെ മുഴുവൻ ഈശ്വരനായി ഭഗവാൻ അവർക്കൊക്കെ മഹത്തായ മോക്ഷത്തിലേക്ക് എത്താനുള്ള വഴികൾ ഉപദേശിച്ചു കൊടുത്തു. ആധ്യാത്മിക തത്വങ്ങളെ ജനഹൃദയങ്ങളിലേക്ക്, സാധാരണക്കാരിലേക്ക് പോലും ഭഗവാൻ എത്തിച്ചു കൊടുത്തു എന്നൊക്കെ വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്. ഭഗവാന്റെ ആ ആശയങ്ങൾ പറയുന്ന കഥകൾ പറയുന്ന സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള എല്ലാ ആചാര്യന്മാർക്കും ഭഗവാൻ ആരാണ്? ഏറ്റവും വലിയ മാതൃകയാണ്. സൂഫി കവികൾ പോലും ശ്രീകൃഷ്ണനെക്കുറിച്ച് പറയുന്നുണ്ട്. ഹിന്ദിൽ കറുപ്പ് നിറത്തിലൊരാചാര്യൻ ഉണ്ടായിരുന്നു എന്ന് സൂഫി കവികൾ പാടിയിട്ടുണ്ട്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച്. കറുപ്പ് നിറത്തിലുള്ള ആചാര്യൻ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ. ഇങ്ങനെ എല്ലാ കാലത്തേക്കും വേണ്ട മഹത്തായ തത്വങ്ങൾ, ഉപദേശങ്ങൾ എത്രയാ! ഭഗവത്ഗീതയുടെ ഓരോരോ ആശയങ്ങൾ എടുത്തു നോക്കൂ. ഓരോരോ വരികളിലൂടെയും ആ കർമ്മയോഗത്തിൻ്റെ തത്വങ്ങൾ കാണാൻ കഴിയും.
ഭഗവാൻ സ്വന്തം ജീവിതത്തിലും അത് നടപ്പിലാക്കി. ഭഗവാൻ സ്ഥിതപ്രജ്ഞനായിരുന്നു. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ എന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട്. ശരിക്കും ഭഗവാൻ അവിടെ പറയേണ്ടത്, അർജുന, ഞാൻ തന്നെയാണ് സ്ഥിതപ്രജ്ഞൻ. എന്നേക്കാൾ വലിയൊരു സ്ഥിതപ്രജ്ഞൻ ആരാളുള്ളത്? ദുഃഖേഷു അനുദ്വിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ ഭീതരാഗ ഭയക്രോധാഹ സ്ഥിതതീഹി മുനിരുച്യതേ. ആരാണ് സ്ഥിതപ്രജ്ഞൻ? ദുഃഖേഷു അനുദ്വിഗ്നമനാഹ, ദുഃഖം വരുന്ന സമയത്ത് വ്യാകുലപ്പെടാതിരിക്കുക. സുഖേഷു വിഗതസ്പൃഹാഹ, സുഖം വരുന്ന സമയത്തോ അത്യാഗ്രഹം, ഇനി അത് കിട്ടണം എന്നുള്ള ചിന്ത, അതും ഭഗവാനില്ല. ഭീതരാഗ ഭയക്രോധ, ഭയമുണ്ടോ ഭഗവാന്? ഇല്ല. ക്രോധ, അമിതമായ ക്രോധമുണ്ടോ ഭഗവാന്? അതുമില്ല. രാഗം, എന്തിനോടെങ്കിലും ഒട്ടലുണ്ടായിരുന്നോ? അതുമില്ല. ഭഗവാൻ വളരെ താല്പര്യത്തോടു കൂടി സ്നേഹിച്ചവരാണ് ഗോപസ്ത്രീകൾ, രാധാദി ഗോപസ്ത്രീകൾ. ഭഗവാൻ 11 വർഷം അവരുടെ കൂടെ ജീവിച്ചു. അത് കഴിഞ്ഞ് അവരൊക്കെ ഒരു ദിവസം തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഉപേക്ഷിക്കുകയും ചെയ്തു. നേരെ മധുരയിലേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നെ 81-ാമത്തെ വയസ്സിലാണ് രാധ തുടങ്ങിയ ഗോപസ്ത്രീകൾ ഭഗവാനെ കാണുന്നത്. അങ്ങനെ ഒരു സംഘമൊന്നും ഭഗവാൻ ഉണ്ടായിരുന്നില്ല. ആണ് ഭഗവാന്റെ ഒരു മഹത്വം. ഒന്നിനോടൊരു ഒട്ടലുണ്ടായിരുന്നില്ല. നാട് വിട്ടു വേറെ ദിക്കിലേക്ക് പോയി. അത് അവിടെ അതെ ഭഗവാൻ എങ്ങനെയാണോ വൃന്ദാവനത്തിലുണ്ടായത് അതേപോലെ തന്നെ മധുരയിൽ ഭഗവാൻ നടന്നു. മധുരയെ ഉപേക്ഷിച്ചു. പിന്നെ എങ്ങോട്ട് മാറി? ദ്വാരകയിലേക്ക് മാറി. നമുക്കൊക്കെ നാട് മാറുമ്പോൾ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. അതിനോട് അവനവൻ്റെ നാടല്ലേ, ഇത്രയും കാലം ജീവിച്ച സ്ഥലമല്ലേ, അതോട് താല്പര്യം ഉണ്ടാവും. ഭഗവാൻ അതൊന്നും ഉണ്ടായിരുന്നില്ല. നാട് മാറി വേറെ ദിക്കിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ആളായി മാറി. ഇങ്ങനെ ഒന്നിനോടൊരു സംഘം വയ്ക്കാതെ, ഭയമില്ല, ദുഃഖമില്ല, ആ തരത്തിലുള്ള എല്ലാ അവസ്ഥയെയും അതിക്രമിച്ച സ്ഥിതപ്രജ്ഞനായും കൊണ്ട്, ജീവിച്ചിരിക്കെ തന്നെ മുക്തനായും കൊണ്ടാണ് ഭഗവാൻ മുന്നോട്ട് പോയത്. അവസാനം വരെ ജീവൻ മുക്തനായിരുന്നു ഭഗവാൻ, സ്ഥിതപ്രജ്ഞനായിരുന്നു ഭഗവാൻ. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ പോലെ ഒരു മഹാത്മാവ് ആരാ ഉള്ളത് വേറെ? എപ്പോഴും സന്തോഷം, സമാധാനം, ശാന്തിയുടെ ആ സന്ദേശം അത് തൻ്റെ ഉപദേശങ്ങളിലൊക്കെ കൊടുത്തും കൊണ്ട് ഭഗവാൻ ലോകത്തെ അനുഗ്രഹിച്ചു. ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ മഹിമ എത്രയാ പറയേണ്ടത്, പറഞ്ഞാലൊന്നും അവസാനിക്കില്ല. ഏതായാലും ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം നമ്മൾ ഭഗവാന്റെ ഈ ഒരു മഹിമ, എല്ലാ പ്രകാരത്തിലുള്ള മഹിമ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃഷ്ണൻ എന്ന് കേൾക്കുമ്പോഴേക്കും പലരുടെയും ധാരണ എന്താണ്? ഒരു സാധാരണ ഒരു കള്ളക്കാമുകനായിട്ടൊക്കെയാണ് കൃഷ്ണനെ അവതരിപ്പിക്കാറുള്ളത്. ആ ഭാവമുണ്ട് ഭഗവാൻ, ഇല്ല എന്നൊന്നും പറയുന്നില്ല. എല്ലാ ഭാവമുണ്ട് ഭഗവാന്. പ്രണയത്തിൻ്റെ ഭാവമുണ്ട്. രാധാകൃഷ്ണ പ്രണയം പോലെ വേറൊരു ഭാവമുണ്ടോ? ഇല്ല. പ്രണയത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രാധാകൃഷ്ണ പ്രണയം എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ എല്ലാ ഭാവവും ഭഗവാനുണ്ട്. അത് മാത്രമേ ഉള്ളൂ എന്ന് കരുതരുത്. എല്ലാ ഭാവവും. പ്രണയത്തിൻ്റെ മൂർത്തിയാണ് ഭഗവാൻ, ശാന്തിയുടെ മൂർത്തിയാണ്, സത്യത്തിൻ്റെ മൂർത്തിയാണ്, അഹിംസയുടെ മൂർത്തിയാണ്, ധർമ്മ സംരക്ഷകനാണ്. എല്ലാ ഭാവവും ഭഗവാനുണ്ട്. മുരളീവാദനലോലനായും കൊണ്ടുള്ള ഭാവമുണ്ട്. അതേ കൃഷ്ണൻ തന്നെയാണ് യോഗേശ്വരനായും കൊണ്ട് ചെമ്മട്ടി പുണ്ടു തങ്കത്തേർ ചങ്ങാതിക്കു തെളിച്ചതും അത്തേർ തടത്തിൽ നിന്നും കൊണ്ടതിമഞ്ജുള ഭാഷയിൽ അഖിലോപനിഷത്സാരം അന്നരഞ്ഞരുൾ ചെയ്തതും. ഉപനിഷത്തിൻ്റെ സാരം മുഴുവൻ ഭഗവാൻ അർജുനനായി ഉപദേശിച്ചു കൊടുത്തു തേരിലിരുന്നും കൊണ്ട്. ശ്രീനാരായണ ഗുരു പറയുന്നില്ലേ അനുകമ്പാദശകത്തിൽ, പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ, പരമാർത്ഥമുരച്ച് തേർവിടുന്ന പൊരുളാണ് ഭഗവാൻ എന്നാണ് പറഞ്ഞത്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച്. ഇങ്ങനെ എല്ലാ ആചാര്യന്മാർക്കും ആചാര്യനായും കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ജന്മദിവസമാണ് നമ്മളിതാ ഇന്ന് ആഘോഷിക്കുന്നത്. ഈ സമഗ്രഭാവത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കിയാൽ നമുക്ക് ശ്രീകൃഷ്ണൻ്റെ ആ മഹിമ കൂടുതൽ കൂടുതൽ ഉൾക്കൊള്ളാനും അതിലൂടെ നമ്മുടെ വ്യക്തിജീവിതത്തെയും സമൂഹ ജീവിതത്തെയും ഒക്കെ ഒന്നും കൂടി മഹത്തായ ഭാവത്തിലേക്ക് ഉയർത്താനും നമുക്ക് സാധിക്കും.